കേരള ആംബുലൻസ് ഡ്രൈവേഴ്സ് ആൻഡ് ടെക്നീഷ്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള എമർജൻസി പുനലൂർ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വയനാട് ദുരിതാശ്വാസ മേഖലയിലേക്കുള്ള അവശ്യ സാധനങ്ങൾ എത്തിച്ചു. ലഘുഭക്ഷണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, ശുചീകരണ സാമഗ്രികൾ, വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, സ്റ്റേഷനറി ഐറ്റംസ്, മരുന്നുകൾ എന്നിവയാണ് ആംബുലൻസ് ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിൽ എത്തിച്ചത്. വയനാട്ടിലെ പനമരം, വടുവാഞ്ചാൽ തുടങ്ങിയ ആദിവാസി മേഖലകളിൽ നേരിട്ടെത്തിയാണ് കൂട്ടായ്മ പ്രവർത്തകർ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്ത. ലഘുഭക്ഷണങ്ങളും സ്റ്റേഷനറി ഐറ്റംസും വയനാട് ശ്രേയസ് കളക്ഷൻ സെന്ററിലും ഏൽപ്പിച്ചു. കുന്നിക്കോട്, പുനലൂർ, ഐക്കരക്കോണം, ഇഞ്ചത്തടം, നെല്ലിപ്പള്ളി, ഇടമൺ, ചെറുവയ്ക്കൽ എന്നീ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികളും നാട്ടുകാരും നൽകിയ സാധനങ്ങളാണ് ആംബുലൻസ് ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ ദുരിതമേഖലയിലേക്ക് എത്തിച്ചത്. ഞായറാഴ്ച വൈകിട്ട് പുനലൂരിൽ നിന്നും വയനാട്ടിലേക്ക് പോയ സംഘം ചൊവ്വാഴ്ച ഉച്ചയോടെ തിരിച്ചെത്തി. ഡീസൽ പിടിക്കട വെള്ളം എറിയ ചെയ്യുന്നത് പിടിക്കണം. വെള്ളം വണ്ടി പോയിട്ടില്ല. വെള്ളം വണ്ടി പോയിട്ടില്ല. ഒന്ന് ചേർത്തേക്കണേ. പിന്നെ പിന്നെ അതുപോലെ തന്നെ ഒന്നിക്കൂടെ വെള്ളം അടി വെക്കണേ. വെള്ളം അടിയിലായിരിക്കണേ. എമർജൻസി ഓഫ് പുനലൂർ ആംബുലൻസ് ഡ്രൈവേഴ്സ് പുനലൂർ, കുന്നിക്കോട്, ഇടമൺ, വെള്ളിമല, ചെറുവക്കൽ, ഇഞ്ചത്തടം എന്നീ സ്ഥലങ്ങളിൽ നിന്നും ഈ ഭാരതാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അതിലെ മാനേജ്മെൻറ്റ്, സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ് എല്ലാ സന്നദ്ധ പ്രവർത്തകരും കൂടി സമാഹരിച്ച് നൽകിയ സാധനങ്ങളുമായിട്ട് മാനന്തവാടി വയനാട് ദുരന്ത മേഖലയിലേക്ക് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ്. ഈ സാധനങ്ങൾ സമാഹരിച്ച് തന്ന എല്ലാവർക്കും, ഈ വേദനയിൽ കഴിയുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും. നാളെ രാവിലെ അവിടെ എത്തിച്ചേരും. അവിടെ എത്തിച്ചിട്ട് അവിടെ വേണ്ടുന്ന ആവശ്യക്കാർക്കനുസരിച്ച് സാധനങ്ങൾ നൽകിയിട്ട് തിരിച്ചു തരുവാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കൂട്ടായ്മ ഭാരവാഹി മോൻസിയുടെ നേതൃത്വത്തിലാണ് അവശ്യ സാധനങ്ങളുടെ ശേഖരണം നടന്നത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.